ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സുഭാഷിതം ക്ലാസ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുഭാഷിതം നോക്കാം നമുക്ക്. ഇഹ തുരഗശതൈഃ പ്രയാന്തു മൂഢാഃ ധനരഹിതാസ്തു ബുധാ പ്രയാന്തു പഥ്യാം ഗിരിശിഖരഗതാപി കാകപംക്തിഃ പുളിനഗതൈർന സമത്വമേതി ഹംസൈഃ. തിരിച്ചു പറയാം. ഇഹ തുരഗശതൈഃ പ്രയാന്തു മൂഢാഃ ധനരഹിതാസ്തു ബുധാ പ്രയാന്തു പഥ്യാം ഗിരിശിഖരഗതാ അപി കാകപംക്തിഃ പുളിനഗതൈഃ ന സമത്വം ഏതി ഹംസൈഃ. നമ്മൾ അന്വയം പറയുന്നേ ഉള്ളൂ, അന്വയം എഴുതുന്നില്ല. അപ്പോൾ അന്വയം നോക്കിക്കോളൂ. ആദ്യത്തെ ഓരോ വരിയായിട്ട് ഞാൻ പറയാം. ആദ്യത്തത് ഇഹ തുരഗശതൈഃ പ്രയാന്തു മൂഢാഃ എന്നാണ്. ഇഹ തുരഗശതൈഃ മൂഢാഃ പ്രയാന്തു. ഇഹ തുരഗശതൈഃ മൂഢാഃ പ്രയാന്തു. അവിടെ ഏതാ ക്രിയ? പ്രയാന്തു ആണല്ലേ. പ്രയാന്തു എന്ന് പറഞ്ഞാൽ എന്താ? യാത്ര ചെയ്യട്ടെ. പ്രയാന്തു എന്നുള്ളത് ക്രിയയാണ്. അത് ലകാരങ്ങൾ സംസ്കൃതം പഠിക്കുന്നവർക്കറിയാം. ലോട്ട് എന്ന ലകാരമാണ് പ്രയാന്തു എന്ന് വെച്ചാൽ. ഈ ലോട്ടിൻ്റെ പ്രത്യേകത നമ്മൾ ആരെങ്കിലും ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുവാദം നൽകുക, അതുപോലെ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കാണിക്കുന്നതാണ് ഈ ലോട്ട് എന്ന ലകാരം. ഇവിടെ പ്രയാന്തു എന്നുള്ളത് ലോട്ടാണ്. അവിടെ ബഹുവചനമാണ്. പ്രയാതു, പ്രയാതാം, പ്രയാന്തു ആണ് വരുന്നത് ബാക്കി രൂപങ്ങൾ. അപ്പോൾ ഇഹ തുരഗശതൈഃ മൂഢാഃ പ്രയാന്തു. മൂഢാഃ എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ, മൂഢന്മാർ. സഞ്ചരിക്കട്ടെ, പ്രയാന്തു സഞ്ചരിക്കട്ടെ. എവിടെ? ഇഹ ഇവിടെ. തുരഗശതൈഃ തുരഗ എന്താണ്? കുതിര. ശതം എത്രയാണ്? 100. അപ്പോൾ 100 കുതിരകളെ, സാധാരണ രഥത്തിലാണല്ലേ കുതിരകളെ പൂട്ടി, 100 കുതിരകളെ പൂട്ടിയ രഥത്തിൽ മൂഢന്മാർ സഞ്ചരിക്കട്ടെ എന്ന് പറയുകയാണ്. അവർ സഞ്ചരിച്ചോട്ടെ, മൂഢന്മാർ സഞ്ചരിച്ചോട്ടെ. പിന്നെ അടുത്ത് വരുന്ന ധനരഹിതാസ്തു ബുധാ പ്രയാന്തു പഥ്യാം. അവിടെ വരുന്നത് ധനരഹിതാസ്തു ബുധാഹ പഥ്യാം പ്രയാന്തു. ധനരഹിതാസ്തു, ധനരഹിതാഹ പ്ലസ് തു ആണ് ധനരഹിതാസ്തു. ധനരഹിതാഹ പ്ലസ് തു ആണ് ധനരഹിതാസ്തു. ബുധാഹ ധനരഹിതാസ്തു, ധനരഹിതരായിട്ടുള്ള. ബുധരാരാണ്? പണ്ഡിതർ, വിദ്വാൻമാർ എന്നുള്ള അർത്ഥത്തിലാണ് ബുധാഹ പ്രയാന്തു. ബുധന്മാർ അതായത് പണ്ഡിതന്മാർ. എങ്ങനെയുള്ള പണ്ഡിതന്മാർ? ധനരഹിതാസ്തു, ധനരഹിതായിട്ടുള്ള ബുധാഹ പഥ്യാം പ്രയാന്തു. പഥ്യാം എന്ന് പറഞ്ഞാൽ എന്താ? പാദങ്ങളാൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു പോകട്ടെ എന്ന്. അപ്പോൾ ഇവിടെ ധനരഹിതരായിട്ടുള്ളവരാണ്. ധനരഹിതാഹ പ്ലസ് തു ആണ് ധനരഹിതാസ്തു. ധനരഹിതാഹ അതാണ്ട് ഇവിടെ പറഞ്ഞ് ധനരഹിതാഹ പ്ലസ് തു എന്ന് പറഞ്ഞാൽ ആകട്ടെ, ധനരഹിതരായിട്ടുള്ളവരാകട്ടെ. എന്താണ്? പഥ്യാം പ്രയാന്തു. പഥ്യം പാദങ്ങളാൽ, പ്രയാന്തു നടക്കട്ടെ, നടന്നു പോകട്ടെ. അപ്പോൾ ആദ്യം പറഞ്ഞത് 100 കുതിരകളെ പൂട്ടിയ രഥത്തിൽ മൂഢന്മാർ സഞ്ചരിക്കട്ടെ. രണ്ടാമത് പറഞ്ഞു ധനരഹിതരായിട്ടുള്ള ബുധന്മാർ, പണ്ഡിതന്മാർ കാലുകളാൽ നടന്ന് പോകട്ടെ എന്നിത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ധനമുള്ളവരല്ലേ 100 കുതിരകളെ പൂട്ടിയതിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ദരിദ്രർക്ക് അതിനുള്ള പണമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നടന്നു പോകുന്നു അല്ലേ? മൂഢർക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നു? അതിൽ കാര്യമില്ല. ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ജനങ്ങളുടെ കണ്ണിൽ അവരെന്നും എങ്ങനെയുള്ളവരാണ്? വിഡ്ഢികളാണ് എന്നിട്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് 100 കുതിരകളെ പൂട്ടിയ പിന്നെ രഥത്തിൽ അങ്ങനെ പോവുകയാണ്. എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ, മറ്റവരെ ആരും പുകഴ്ത്തില്ല, പക്ഷെ ബുദ്ധിമാൻ അല്ലെങ്കിൽ പണ്ഡിതനുമായിട്ടുള്ള, അതാണ് ബുധാഹ, അവരെന്ത് ചെയ്യുന്നു? ജ്ഞാനിയുമായ ഒരു വ്യക്തിയെ
നടന്നു പോയാലും എന്ത് ചെയ്യും, ജനങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തും അല്ലെങ്കിൽ ബഹുമാനിക്കും എന്നാണ്. അവർ അർഹിക്കുന്ന ബഹുമാനം നൽകും എന്നാണ്. കാരണം എന്താ അതിന് കാരണം? മഹത്വത്തിനാണ് ഇവിടെ പ്രാധാന്യം, മഹത്വത്തിന്. അല്ലാതെ പണം കൊണ്ട് ഞാൻ വലിയ ആളാണ് എന്ന് അഹങ്കരിച്ച് നടന്ന് വിഡ്ഢികളെ ആർക്കും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മഹത്വത്തിനാണ് അവർ. അതിനൊരു പ്രത്യേക ഉദാഹരണമാണ് അടുത്ത 2 വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഗിരിശിഖര ഗതാഭി കാക്കപംക്തി പുളിനഗതൈർന സമത്വമേതി ഹംസേഹി. ഗിരിശിഖര ഗത അപി കാക്കപംക്തി പുളിനഗതൈഹി ന. പുളിനഗതൈഹി നായാണ് പുളിനഗതൈർന. പുളിനഗതൈഹി ന. പുളിനഗതൈഹി പ്ലസ് നായാണ് പുളിനഗതൈർന. ഗതൈർന എന്നുള്ളത് പുളിനഗതൈർന. അപ്പോൾ ഉദാഹരണത്തിൽ കാക്കപംക്തി എന്ന് പറഞ്ഞാൽ കാക്കകളുടെ കൂട്ടം. അവിടെ അന്വയം വരുന്നത് ഗിരിശിഖര ഗതാഭി കാക്കപംക്തി പുളിനഗതൈഹി ഹംസൈഹി ന സമത്വമേതി എന്നാണ്. അപ്പോൾ ഇവിടെ കാക്കപംക്തി എന്ന് പറഞ്ഞാൽ കൂട്ടം. കാക്കപംക്തി കാക്കകളുടെ കൂട്ടം എന്ത് ചെയ്യുന്നു? ഗിരിശിഖര ഗതാഭി. ഗിരിശിഖരം എവിടെയാണ്? ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം. ഗിരിശിഖരം പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ. അപ്പോൾ ഉന്നതമായ പർവ്വതത്തിൽ എന്നർത്ഥം. ഉയരമുള്ള പർവ്വതത്തിൽ. കാക്കക്കൂട്ടം എന്ത് ചെയ്യുന്നു? ഉന്നതമായ പർവ്വതത്തിൽ ചെന്നിരുന്നാലും ആരെങ്കിലും ഗൗനിക്കുമോ? അതിനെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? പക്ഷേ പുളിനഗതൈർന സമത്വം. പുളിനം എന്ന് പറഞ്ഞാൽ എന്താ? പുളിനം ജലാശയം എന്നാണ് പുളിനത്തിന്. പുളിനം ജലാശയത്തിൽ ഗതൈഹി ഹംസൈഹി ഹംസങ്ങളാൽ. ഹംസങ്ങൾ എന്ത് ചെയ്യുന്നു? ഗതൈർ അവിടെ സാധാരണ എന്താ ചെയ്യുന്നത്? അവർ നീന്തിക്കളിക്കും അല്ലേ? ഹംസങ്ങൾ ജലാശയത്തിൽ നീന്തിക്കളിക്കും. അപ്പോൾ നീന്തിക്കളിക്കുന്നു എവിടെ? ജലാശയത്തിൽ. അപ്പോൾ ഹംസങ്ങളെ എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും? ഹംസങ്ങളെ ആളുകൾ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അവയെ നോക്കും അല്ലേ? എല്ലാവരും നോക്കും. അതേസമയം മലമുകളിലുള്ള കാക്ക കൂട്ടത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതായത് ഒരിക്കലും കാക്കകളെ ഹംസങ്ങളോട് സാമ്യം പറയാൻ സാധിക്കില്ല. അവിടെയാണ് അത് പറഞ്ഞത് ഗതൈർന സമത്വമേതി. സമത്വം സാമ്യത. അവർ രണ്ടുപേരും തമ്മിലുള്ള സാമ്യത ഒരിക്കലും പറ്റില്ല, സാമ്യത ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ജ്ഞാനികളാണെങ്കിലും, അതായത് സജ്ജനങ്ങളെയും ജ്ഞാനികളെയുമാണ് ലോകം ബഹുമാനിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സജ്ജനങ്ങളെയും ജ്ഞാനികളെയുമാണ് ലോകം ബഹുമാനിക്കുന്നത്. അല്ലാതെ വിഡ്ഢികളായിട്ടുള്ളതും അഹങ്കരിച്ച് നടക്കുന്ന എല്ലാം ഉണ്ടെന്ന് അറിയിച്ച് നടക്കുന്ന ആളുകളെ അല്ല എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു സുഭാഷിതമായി ഞാൻ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.